ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 19 വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ നമ്മൾ ആചരിക്കുകയാണല്ലോ. എല്ലാ ജോസഫുമാർക്കും യൗസേപ്പിതാവിൻ്റെ നാമധേയം സ്വീകരിച്ച എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വിശുദ്ധ ബലിയിൽ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൂട്ടായ്മയിൽ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വീഡിയോ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേകം അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ യൗസേപ്പിതാവും മാതാവും ഉണ്ണീശോയും അടങ്ങുന്ന ആ തിരുകുടുംബം എത്രയോ സ്നേഹപൂർവമാണ് ആ രാത്രിയിൽ ജോലിയിൽ യൗസേപ്പിതാവിനോട് കൂടെ പങ്കുകൊള്ളുന്നത്. രാത്രിയിലും വിശുദ്ധ യൗസേപ്പ് ജോലി ചെയ്തിട്ടാണ് ആ കുടുംബം പുലർത്തി ഇരുന്നത് എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായുള്ള ഒരു കാര്യമാണ്. യൗസേപ്പിതാവിനെ ജോലിയിൽ സഹായിക്കാൻ താങ്ങും തണലുമായി പരിശുദ്ധ അമ്മയും അതോടൊപ്പം ഈശോയും അടുത്തുണ്ടല്ലോ. ആ ചിത്രം എത്രയോ മനോഹരമാണ്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ. നമുക്ക് തിരുക്കുടുംബത്തോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പിൻ്റെ ആ ദൈവത്തോടുള്ള അനുസരണം, ദൂതൻ സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതേപടി അനുസരിക്കുകയും ഉണ്ണീശോയ്ക്കൊരു പോറലുമേൽക്കാതെ, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വിധത്തിലും ഒരു കുറവും വരാത്ത വിധത്തിൽ അവിടുന്ന് കാവലായി നിന്നുകൊണ്ട്, അവർക്ക് തുണയായി നിന്നുകൊണ്ട് പരിപാലിക്കുന്ന വലിയൊരു വിശിഷ്ടമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ഉടമയാണ് വിശുദ്ധ യൗസേപ്പ്. പരിശുദ്ധ അമ്മയെ ഓർക്കുമ്പോൾ തീർച്ചയായും വിശുദ്ധ യൗസേപ്പിതാവിനെ ഓർമ്മിക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് മംഗളവാർത്താ തിരുനാളിൻ്റെ ഇടയിലുള്ള ഒരു ദിവസം തന്നെ നമുക്ക് ആ പ്രാർത്ഥന 10 ദിവസം നമ്മൾ ആചരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ വിശുദ്ധ യൗസേപ്പിതാവിനെ അനുസ്മരിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ മരണ തിരുനാൾ വന്നു ചേർന്നു. പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ യൗസേപ്പിതാവ് ഉണ്ണി ഈശോ ജനിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല. പലരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ശരിയായി ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. ദൈവിക ജ്ഞാനമായി അതിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇപ്രകാരമായിരിക്കും അത് നമുക്ക് ദൈവം മനസ്സിലാക്കി തരിക. എന്തെന്ന് ചോദിച്ചാൽ, ആരംഭം മുതലേ തന്നെ തനിക്കുണ്ടായ ദൈവ വെളിപാടിനെ കുറിച്ച് പരിശുദ്ധ അമ്മ ഒന്നും യൗസേപ്പിതാവിനോട് പറഞ്ഞതായിട്ട് സുവിശേഷം രേഖപ്പെടുത്തുന്നില്ല. ആളുകൾ അനുമാനിച്ച് പലതും പറയുന്നുണ്ട്. യൗസേപ്പിതാവും അങ്ങനെ തന്നെയാണ്. യൗസേപ്പിതാവിനോട് പരിശുദ്ധ കന്യകാമറിയത്തെ ഭാര്യയായി സ്വീകരിക്കാനായിട്ട് ദൂതൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ അവളെ സ്വീകരിക്കുകയാണ് ചെയ്തത്. കാരണം അത് ദൈവത്തിൻ്റെ അറിയിപ്പാണ്, ദൈവദൂതനാണ് അതെന്നോട് പറഞ്ഞതെന്ന്, അതിൽ ഒരു സംശയത്തിനും അവകാശമില്ല എന്ന് യൗസേപ്പിതാവ് മനസ്സിൽ ഉറച്ചു. യൗസേപ്പിതാവിൻ്റെ തീരുമാനമാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ നമ്മൾ കാണുക. പരിശുദ്ധാമ്മയെ കൂട്ടിക്കൊണ്ട്, എന്നുവെച്ചാൽ മറിയത്തെ കൂട്ടിക്കൊണ്ട് പേരെഴുതിക്കാൻ പോകുന്നതും വീട് തേടി നടക്കുന്നതും ഒക്കെ ഒരു പരാതിയും കൂടാതെ, ഒരു
വെറുപ്പും പ്രകടിപ്പിക്കാതെ, കുറ്റങ്ങൾ ആരോപിക്കാതെ, അല്ലെങ്കിൽ മറിയത്തെ ദുഷിച്ചു പറയാതെ, മറിയത്തിൻ്റെ പ്രകൃതിയെ, മറിയത്തിൻ്റെ ഈ അവസ്ഥയെ വിശകലനം ചെയ്യാതെ, എന്താണ്, എങ്ങനെയാണ്, അതെങ്ങനെ ഉണ്ടായേ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാതെ, യാതൊരു മനഃചാഞ്ചല്യവും കൂടാതെ ദൈവത്തിൻ്റെ അരുളപ്പാടിനെ സ്വീകരിച്ച് മറിയത്തെയും കൂട്ടി അവൾക്കൊരു വിഷമവും വരാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വിശുദ്ധ യൗസേപ്പിനെയാണ് നമുക്ക് കാണാനാവുക. അവിടെ പറയുന്നുണ്ട്, രാത്രി കാലങ്ങളിൽ പോലും ഇവിടെ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു നടക്കുമ്പോൾ അവരെല്ലാവരും ഒന്നടങ്കം ഇവിടെ സ്ഥലമില്ല, ഇവിടെ സ്ഥലമില്ല, നേരത്തെ നിങ്ങളിതൊന്നും അറിഞ്ഞില്ലേ എന്നൊക്കെ അവരെ കുറ്റമാരോപിക്കുമ്പോൾ യാതൊന്നും മറിച്ചുരിയാടാതെ മറിയത്തിന് സുരക്ഷിതമായ ഒരു സ്ഥലം വീണ്ടും വീണ്ടും അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ പ്രസവം കഴിഞ്ഞ് ആ പ്രസവത്തിൻ്റെ സമയത്തും തനിക്കുണ്ടായ ആ വെളിപാടിനെക്കുറിച്ച് ആരോടും പറയുന്നില്ല. ഹൃദയം തുറന്ന് സന്തോഷിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, മാലാഖമാരെല്ലാവരും വന്ന് അത്യുന്നതങ്ങളിൽ ദൈവസ്തുതി എന്ന് പാടുന്ന ആ ശബ്ദം കാതിൽ മുഴങ്ങിയപ്പോൾ ഇരുവരും സന്തോഷിച്ചു, ആനന്ദിച്ചു. ഇത് ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണെന്ന്, ഇത് തന്നെയാണല്ലോ കർത്താവ് ദൂതനെ അയച്ച് ഞങ്ങളോട് പറഞ്ഞത് എന്ന്. അപ്പോഴാണ് അവർ പരസ്പരം ഈ കാര്യത്തെക്കുറിച്ച് ഷെയർ ചെയ്യുന്നത്. കണ്ടോ, അതുവരെ അവർക്കുണ്ടായ വെളിപാടിനെ കുറിച്ചോ ദൈവിക ഇടപെടലിനെ കുറിച്ചോ ഒന്നും അവർ സംസാരിച്ചില്ല. അപ്പോഴാണ് ഇവർ അവിടെ സംസാരിക്കുന്നത്, ഷെയർ ചെയ്യുന്നത് ഇതിനു മുമ്പുണ്ടായ ദൈവാനുഭവങ്ങളെല്ലാം, മാലാഖ ഇടപെട്ടതൊക്കെ. അതുപോലെ തന്നെ ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നപ്പോൾ, കൊച്ചിനെ എടുത്തുകൊണ്ട് രാത്രിക്ക് തന്നെ പോകേണ്ടി വന്നപ്പോൾ അതും ആ മുന്നറിയിപ്പും അവർ പരസ്പരം ഷെയർ ചെയ്തു. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി കാണുന്നത്, അതുവരെ അവൻ അവളെ അറിഞ്ഞിരുന്നില്ല. അപ്പം തനിക്കുണ്ടാകുന്ന ദൈവിക വെളിപ്പെടുത്തലുകളും ദൈവികമായിട്ടുള്ള ഇടപെടലുകളും തൻ്റെ ഭാര്യയെ അറിയിക്കാൻ യോഗ്യയായിട്ട് ഉള്ള ഒരു വ്യക്തിയെയാണ് കർത്താവ് തനിക്ക് കൂട്ടിനായി തന്നിരിക്കുന്നത് എന്ന് വിശുദ്ധ യോസേപ്പ് അപ്പോൾ മനസ്സിലാക്കി. അതുവരെ അവൻ അവളെ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ സാരം അതാണ്. അല്ലാതെ അതുവരെ അവളെ പ്രാപിച്ചില്ല എന്നൊക്കെ ചില വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അവളെ പ്രാപിച്ചില്ല എന്ന് പറയുന്നത് ലൈംഗികമായിട്ടുള്ള ഒരു സെക്സ് ലെവലിലുള്ള ചിന്താഗതിയാണ് അവിടെ ആൾക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ദൈവ അനുഭവത്തിൽ നിറഞ്ഞു നിന്ന അവരുടെ ജീവിതത്തെ ദൈവം എങ്ങനെ കൊണ്ടു നടന്നു, അതുവരെയുള്ള ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നുവെന്ന് പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പും പരസ്പരം ഷെയർ ചെയ്തു എന്നുള്ളതാണ്. അതുവരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവൾ ഇത്രയും ഭാഗ്യവതിയായ ഒരു പെണ്ണാണ്. അവളിൽ ഇത്രമാത്രം ദൈവിക കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നൊക്കെ അത്ഭുതകരമായി ചിന്തിക്കത്തക്കവണ്ണം പരിശുദ്ധ അമ്മ തന്നോട് ബന്ധപ്പെട്ട ദൈവിക ഇടപെടലുകളെ, ദൈവദൂതൻ്റെ ഇടപെടലുകളെയൊക്കെ ഇവിടെ യൗസേപ്പ് പിതാവുമായി ഷെയർ ചെയ്തു. അതിനു മുമ്പൊന്നും
സുവിശേഷത്തിലൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ ദൈവാനുഭവങ്ങളെപ്പറ്റി മാത്രമേ പറയാനുള്ളൂ. നമുക്ക് ലൗകിക കാര്യങ്ങളെക്കുറിച്ച് അത് ഇത് മറ്റത് മറിച്ചത് എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. പക്ഷേ വിശുദ്ധരായ ആ ജീവിതങ്ങൾ പരസ്പരം ഷെയർ ചെയ്തത് ഇതാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന അവർക്ക് പിന്നെ എന്തൊരു ലൗകിക സുഖങ്ങളെയാണ് ആഗ്രഹിച്ചു പോകേണ്ടത്? എന്തിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്? ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും ദൈവത്തിൻ്റെ പരിപാലനയും അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരിഗണനയും ഒക്കെ അവർക്ക് സംതൃപ്തമായിരുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് യോസേപ്പ് പിതാവിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഉണ്ണീശോയെക്കുറിച്ചും നാം ചിന്തിക്കുമ്പോൾ വലിയൊരു വിശുദ്ധി നിറഞ്ഞ ആ തിരുക്കുടുംബത്തിൽ ലൗകികമായിട്ടുള്ള ഒരു ചിന്താഗതിയും പ്രവർത്തനവും ഒന്നും തീർച്ചയായിട്ടും ഉണ്ടാകില്ല. ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് അവർ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് അവർ ഷെയർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇതായിരുന്നു അവരുടെ ജീവിതത്തിൽ. ഓരോ ദിവസവും അവർ അഭിവൃദ്ധി, ആത്മാവിൽ സന്തുഷ്ടിയുള്ളവരായി, ആത്മാവിൽ നിറഞ്ഞവരായി അവർ വളരുവാൻ, അല്ലെങ്കിൽ അവർ വിശുദ്ധിയിൽ ഉയരുവാൻ അത് കണ്ട് ഉണ്ണീശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ വളർന്നു വരുവാനും ഇടയായത്. പറ്റിയ ആൾക്കാരെയാണ് ദൈവപിതാവ് തിരഞ്ഞെടുത്തു കൊടുത്തത്. അതിനാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിലും ഇടപെടലിലും വലിയൊരു പദ്ധതി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇതാ വിശുദ്ധ യോസേപ്പും മാതാവും ഉണ്ണീശോയും ഉള്ള ആ തിരുക്കുടുംബത്തിൽ നമുക്കും ഒരു സ്ഥാനമുണ്ട്. നമ്മെയും അവർ പരിപാലിക്കും. തിരുസഭയുടെ പാലകനായിട്ടാണ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ യോസേപ്പ് പിതാവിനെ ഉയർത്തിപ്പറഞ്ഞത്. അതിനു മുമ്പും മാർപ്പാപ്പമാർ പറഞ്ഞിട്ടുണ്ട്. അതിനെ ചാക്രിക ലേഖനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ തിരുസഭയുടെ പാലകനായ വിശുദ്ധ യോസേപ്പ് പിതാവും നമ്മുടെ മാതൃത്വം ഏറ്റെടുത്ത പരിശുദ്ധ അമ്മയും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. നമ്മെ അവർക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് മംഗളവാർത്താ ദിനത്തിൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുവാൻ, ആ പ്രാർത്ഥനയൊക്കെ മടികൂടാതെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ, വിശ്വാസത്തോടെ ചൊല്ലുവാൻ, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുവാൻ, അവരെയും കൂടി ഇതിൽ പങ്കാളികളാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നാളത്തെ വിശുദ്ധ കുർബാനയിൽ നമ്മിൽ വന്ന് വസിക്കുവാനുള്ള ഒരുക്കമായി വിശുദ്ധ യോസേപ്പ് പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മീയമായും ശാരീരികമായും മാനസികമായും തളർന്ന മക്കൾക്ക് ഉണർവുള്ളവരായി പ്രവർത്തിക്കുവാനും അവരെ ഉണർത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കൃപയായി, തുണയായി, പാലകനായി ഞങ്ങളോടൊപ്പം നടന്നു നീങ്ങണമേ എന്ന് വിശുദ്ധ യോസേപ്പ് പിതാവിനോടും പരിശുദ്ധ അമ്മയുടെ മാതൃത്വം സ്വീകരിച്ച് എന്നും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങളോടൊപ്പമുണ്ടെങ്കിൽ, ഉണ്ണി ഈശോ ഞങ്ങളോടൊപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നും പ്രതികൂലമായി വരികയില്ല. വന്നാൽ തന്നെ അതിനെയെല്ലാം ചെറുത്ത് നിൽക്കുവാനുള്ള വലിയ ശക്തിയും ഊർജവും പരിശുദ്ധാത്മാവ് വഴി ഞങ്ങൾക്ക് അമ്മ അയച്ചു തരും. ഈശോയോട് ചോദിച്ച് കൃപ നൽകുവാൻ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് നാളത്തെ ബലിയിൽ പങ്കുകൊള്ളുകയും സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെയും ഈ പ്രാർത്ഥന അറിയിച്ച്
ആ ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങാനായിട്ട് പറയുകയും ചെയ്യാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.